ഐലൻഡ് വിസിറ്റ് കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങളെല്ലാവരും നല്ല ടയേർഡായിരുന്നു. അങ്ങനെ ഉറങ്ങിപ്പോയി ക്ഷീണത്തിൽ. പിന്നീട് പിറ്റേ ദിവസത്തെ ഞങ്ങളുടെ പ്ലാനാണെങ്കിൽ അൻഡമാൻ്റെ വാട്ടർ തീം പാർക്കിലുള്ള യാത്രയാണ്. പക്ഷെ ആരും സമയത്തിന് എഴുന്നേറ്റില്ല. ലേറ്റായിട്ട് എഴുന്നേറ്റു. എന്നിട്ട് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമായിരുന്നു, ഇന്ന് പോകണോ വേണ്ടേ എന്നൊക്കെയായിരുന്നു. പിന്നെ ലാസ്റ്റ് ഞങ്ങൾ തീരുമാനിച്ചു, ശരി നമുക്ക് പോവാം, ഇന്നൊരു ദിവസം കൂടെ അല്ലേ തായ്ലൻഡിലുള്ളൂ എന്നുള്ളൊരിതിൽ ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ റിസോർട്ടിൽ നിന്നും യാത്ര തിരിച്ചു. ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് ഒരു മുന്നറിയിപ്പും ഇല്ലായിരുന്നു, മഴ വരും എന്നുള്ള ഒരു പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷെ പകുതി വഴി എത്തിയപ്പോഴേക്കും ഒടുക്കത്തെ മഴ. മഴ പെയ്യുന്നത് കണ്ടപ്പോഴേക്കും ഞങ്ങൾക്ക് തോന്നി തുടങ്ങി, ഇനി നമ്മൾ മുന്നോട്ട് പോകണോ അതോ തിരിച്ച് റിസോർട്ടിൽ തന്നെ പോകണോ എന്നൊക്കെ തോന്നി തുടങ്ങി. അത്ര വലിയ മഴയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഫൈനലി ഞങ്ങൾ അൻഡമാൻ്റെ വാട്ടർ തീം പാർക്കിലേക്ക് എത്തി. അവിടെ എത്തിയപ്പോഴേക്കും മഴയ്ക്ക് ചെറിയ ശമനമുണ്ടായിരുന്നു, എന്നാലും ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ വന്നതല്ലേ, എന്തായാലും ഈ മഴയത്ത് തന്നെ എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു. അൻഡമാൻ്റെ വാട്ടർ തീം പാർക്കിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ടിക്കറ്റ് കൗണ്ടർ ഉള്ളത്. ടിക്കറ്റ് കൗണ്ടറിൻ്റെ സൈഡിൽ തന്നെയാണ് ലോക്കർ ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺസ്, ഹാൻഡ് ബാഗ് ഇതെല്ലാം നമുക്ക് അവിടെ സൂക്ഷിക്കാവുന്നതാണ്. ആദ്യം നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോകുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിലൊരു റിസ്റ്റ് ബാൻഡ് കെട്ടാൻ പറയും. എന്നിട്ട് അതിലാണ് നമുക്ക് റീചാർജ് ചെയ്ത് തരുന്നത്. നമ്മൾ എത്ര എമൗണ്ട് ആണോ റീചാർജ് ചെയ്യുന്നത് അത് നമുക്ക് ഈ വാട്ടർ തീം പാർക്കിൻ്റെ അകത്ത് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ തിരിച്ച് നമ്മൾ ഇറങ്ങാൻ നേരത്ത് നമ്മളത് തിരിച്ച് അവരെ ഏൽപ്പിക്കുകയും വേണം. മാപ്പിൻ്റെ സഹായം ഇല്ലാതെ ഇതിൻ്റെ അകത്ത് കറങ്ങാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ ആ സൈഡിൽ എവിടെ നോക്കിയാലും അതിൻ്റെ ഒരു മാപ്പ് വെച്ചിട്ടുണ്ടാവും. അതനുസരിച്ച് നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ടിക്കറ്റൊക്കെ എടുത്തിട്ട് പിന്നെ വെള്ളത്തിൽ ഇറങ്ങാനുള്ള ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങൾ ഇറങ്ങിയായിരുന്നു. അങ്ങനെ നടന്നു തുടങ്ങി. ഈ കാണുന്ന വാട്ടർ തീം പാർക്കിൻ്റെ അകത്തോട്ട് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മോളാണെങ്കിൽ ഒരു വിധത്തിൽ താഴെ ഇറങ്ങൂല. അവസാനം ഹസ്ബൻഡ് അവളെ എടുത്തുകൊണ്ടാണ് പോയത്, ആദ്യത്തെ റൈഡിൽ കയറിയത്. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ ഇതിൽ കാണാൻ പറ്റും. എനിക്ക് ശരിക്കും അത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, വളരെ കുഞ്ഞായിട്ടേ കാണുള്ളൂ. ലാസ്റ്റ് ഇറങ്ങി വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആ നടന്നു പോകുന്ന ഒരു ബ്ലാക്ക് ടീഷർട്ട് ഇട്ട മനുഷ്യൻ, കയ്യിൽ കുഞ്ഞുമായിട്ട് ഇറങ്ങി വരുന്നത് അത് തന്നെയാണ് ആള്. ഒരു വിധത്തിൽ മോള് താഴെ ഇറങ്ങില്ല, എന്തൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് അടുത്ത പ്ലേസിൽ പോയി. അവിടെ ട്യൂബിൽ വെള്ളത്തിൽ ട്യൂബൊക്കെ ഇട്ട് വെച്ചേക്കും. കൊച്ചു കുട്ടികളും വലിയവരും എല്ലാവരും എൻജോയ് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ടല്ലോ, അവിടെ തന്നെയാണ് പോയത്. അത് കുറേ നേരം ഞാനും മോളും മാത്രം കുറേ നേരം കളിച്ചായിരുന്നു. പിന്നെ നടന്നു പോകുന്ന വഴിയിൽ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവും, അവിടെ റെൻറ്റിനൊക്കെ റൂം കൊടുക്കുന്നുണ്ട് എന്നുള്ള ബോർഡ് അവിടെ എവിടെയായിട്ട് വെച്ചിട്ടുണ്ട്, അവിടെ തന്നെ താമസിക്കാനായിട്ട്. പക്ഷെ ഒരുപാട് എക്സ്പെൻസീവാണ്.
ഞങ്ങളിങ്ങനെ ഓരോ റൈഡിൽ കയറുന്ന സമയത്ത് നോക്കിയപ്പോഴും അവിടെ മഴ തോർന്നിട്ടില്ലായിരുന്നു. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ചാറ്റൽ മഴ പെയ്തുകൊണ്ട് തന്നെയാണ് ഇരുന്നത്. ഇനി അങ്ങോട്ട് പോകുന്തോറും വലിയ വലിയ റൈഡാണ്. ഞാൻ ഒരു റൈഡിലേ കയറിയുള്ളൂ, വലിയ റൈഡിൽ. നല്ല രസമുണ്ടായിരുന്നു. എന്തൊരു പ്രത്യേക പേടിയുണ്ടെന്നും പറയാൻ പറ്റൂല, എന്നാലൊരു എക്സൈറ്റ്മെൻറ്റ്, എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു. രാവിലെ കാണാൻ വെറുതെ ഒരു പ്രതിമ, പക്ഷെ രാത്രി ആയി കഴിയുമ്പോഴേക്കും അതിൻ്റെ ലൈറ്റിങ്ങും പിന്നെ സൗണ്ട് എഫക്റ്റ് ഇതൊക്കെ ഉണ്ടാവുന്നതാണ്. അത് കാണാൻ നല്ല ഭംഗിയാണ്. ഇതോടുകൂടി ഫുക്കറ്റ് തായ്ലൻഡ് യാത്ര അവസാനിക്കുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും വിലപ്പെട്ട കമൻറ്റ്സ് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ ചാനൽ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.